നമുക്ക് പരിചയമില്ലാത്ത ഏതെങ്കിലും നമ്പറുകളിൽ കോൾ വന്നാലോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും പരിചയമില്ലാത്ത നമ്പർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലോ ഈ നമ്പർ ഏതാണെന്ന് അറിയാൻ വേണ്ടി ആരുടേതാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ട്രൂ കോളറിലാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ ട്രൂ കോളറിൽ ഇത് പോയി സെർച്ച് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത നമ്പറിൽ കോൾ വന്നു കഴിഞ്ഞാലൊക്കെ അത് ട്രൂ കോളറിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇത് ആരുടെ നമ്പറാണ്, ആ പേരൊക്കെ നമുക്കതിൽ കാണുന്നതാണ്. പക്ഷേ അത് മാത്രമല്ല, ട്രൂ കോളറിൽ അനവധി ഫീച്ചറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ട്രൂ കോളറിൻ്റെ കുറച്ച് ഫാക്റ്റുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. അപ്പോൾ എല്ലാവർക്കും അറിയാം ട്രൂ കോളറിൽ നിരവധി ഫീച്ചറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ട്രൂ കോളർ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നത്. പക്ഷേ മറ്റ് ചിലർ ട്രൂ കോളർ ഡൗൺലോഡ് ചെയ്യാതെ ഉപയോഗിക്കുന്നുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ അവരുടെ കയ്യിൽ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു ട്രൂ കോളറുള്ള ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ഈ നമ്പറൊന്ന് സെർച്ച് ചെയ്ത് തരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മണ്ടത്തരാണ് ചെയ്യുന്നത്. അതിൻ്റെ കാര്യം ഞാൻ ലാസ്റ്റ് എന്താണെന്ന് പറഞ്ഞുതരാം. പക്ഷേ നമുക്കധികം ട്രൂ കോളർ എന്താണെന്ന് നോക്കാം. എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ട്രൂ കോളർ നമ്മൾ സേവ് ചെയ്യുന്ന നമ്പറുകളും കാര്യങ്ങളൊക്കെ അതിൽ ഇതാവുന്നതായിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ട്രൂ കോളർ ഡൗൺലോഡ് ചെയ്തു. എൻ്റെ ഇതിൽ കോൺടാക്റ്റിൽ നിരവധി ആൾക്കാരുണ്ട്. അപ്പോൾ ആ നിരവധി ആൾക്കാരുടെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും, അവരുടെ പേരും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് മറ്റുള്ളവരുടെ ഫോണിൽ ഇത് സേവ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ആ സിസ്റ്റം മൊത്തം കണക്റ്റ് ആയതിനു ശേഷം ആ നമ്പർ അവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൽ നല്ല നെയിം ഏതാണോ ഏറ്റവും കൂടുതൽ നെയിം ഏതാണോ വരുന്നത് ആ നെയിം അതിൽ കണക്ട് ചെയ്തിട്ട് അവർ ആ നമ്പർ ഐഡൻറ്റിഫിക്കേഷൻ ചെയ്ത് നമുക്ക് ആ ട്രൂ കോളറിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ ആയിട്ട് തരുന്നതായിരിക്കും. ഇനി അടുത്തത് ട്രൂ കോളറിൻ്റെ ഫീച്ചറുകൾ എന്താണെന്ന് വെച്ചാൽ ട്രൂ കോളർ നമുക്ക് ആദ്യം തന്നെ നമ്പർ അവർ കണക്ട് ചെയ്ത് തരുന്നതായിരിക്കും. ഈ നമ്പറിൻ്റെ ഉടമസ്ഥനെ നമുക്ക് കണ്ടെത്തി തരുന്നതായിരിക്കും. നമ്പർ സെർച്ച് ചെയ്ത് നമുക്ക് കണ്ടെത്താവുന്നതാണ്. പക്ഷേ അടുത്ത ഫീച്ചർ എന്താണെന്ന്, ആരെങ്കിലും നമ്മളുടെ ഫോണിലേക്ക് നമ്മളുടെ നമ്പറിലേക്ക് കോൾ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ വ്യക്തി കോൾ ചെയ്യുമെന്ന് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് മ്യൂട്ട് ചെയ്തിടാം, അല്ലെങ്കിൽ നമുക്ക് അവരെ സ്വിച്ച് ഓഫ് ചെയ്തിടാം, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കോൾ എടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫീച്ചറും കൂടിയുണ്ട്. പിന്നെ അത് മാത്രമല്ല, ട്രൂ കോളർ പ്രീമിയം ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർക്ക് വേറൊരു ഫീച്ചറും കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ നമ്പർ ആരൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞു, എത്ര ആൾ സെർച്ച് ചെയ്തിട്ടുണ്ടെന്നൊക്കെ നമുക്കത് ലിസ്റ്റായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് പ്രീമിയം ഉപയോഗിക്കുന്നവർക്കൊരു ഫീച്ചറാണ്. പക്ഷേ പ്രീമിയം ഉപയോഗിക്കാതെ പ്രീമിയത്തിന് വേണ്ടി മാത്രം അതിൻ്റെ മോഡ് വെർഷൻ അവർ ഉപയോഗിക്കും. അങ്ങനെ മോഡ് വെർഷൻ ഉപയോഗിക്കുന്ന അവരുടെ അടുത്ത് എനിക്കൊന്നേ പറയാനുള്ളൂ, ട്രൂ കോളറിൻ്റെ കീഴിൽ ഇഷ്ടം പോലെ വെരി നോളജ് ആയിട്ടുള്ള ആൾക്കാർ, എൻജിനീയേഴ്സാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ട്രൂ കോളർ ഇത്രയും എൻജിനീയേഴ്സ് വർക്ക് ചെയ്യുന്ന സംഭവത്തിൽ നമ്മളിങ്ങനത്തെ മോഡ് ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എത്രത്തോളം സേഫായിരിക്കും നമ്മളുടെ മൊബൈൽ ഫോൺ എന്ന് നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ മൊബൈൽ ഫോൺ സേഫാണെന്ന് ഞാൻ കരുതുന്നു. സേഫ് അല്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ഒരു കാര്യം, ട്രൂ കോളർ ഡൗൺലോഡ് ചെയ്യാതെ അവരുടെ നമ്പർ സേഫാക്കി വെക്കുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ. നിങ്ങൾ ട്രൂ കോളർ ഡൗൺലോഡ് ചെയ്യാതെ നിങ്ങളുടെ നമ്പർ സേഫാണെന്ന് കരുതി നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതും തീരെ മണ്ടത്തരാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ട്രൂ കോളർ ഉപയോഗിക്കാതെ നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ട്രൂ കോളർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നമ്പർ അതിൽ സേവ് ആയിരിക്കും. അങ്ങനെ സേവ് ആകുമ്പോൾ അത് ട്രൂ കോളറിഫൈ ചെയ്യുകയും അത് മറ്റുള്ളവർക്ക് പെട്ടെന്ന് സെർച്ച് ചെയ്ത് നിങ്ങളുടെ നമ്പർ കണ്ടെത്താനാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ട്രൂ കോളർ ഡൗൺലോഡ് ചെയ്യാതെ ഞങ്ങളുടെ നമ്പർ സേഫാണെന്ന് കരുതുന്നത് വളരെ ഒരു മണ്ടത്തരമാണ്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഈ ട്രൂ കോളറിൽ നിങ്ങളുടെ നമ്പർ വേണ്ടെങ്കിൽ, എനിക്ക് ട്രൂ കോളർ സേവനം ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ എന്താക്കുക, അതിൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങൾ അവിടെ നിന്ന് നിങ്ങൾ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അല്ലാതെ നിങ്ങളുടെ നമ്പർ, നിങ്ങളുടെ പേരൊന്നും അതിൽ കാണിക്കുന്നതായിരിക്കില്ല. യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ട്രൂ കോളറിൻ്റെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ള ഫ്രണ്ട്സിന് എന്തായാലും വീഡിയോ യൂസ്ഫുൾ ആകും അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും സംശയങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലത്തെ ടെക്നോളജി ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഓളം ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ കണ്ടുപിടുന്നതുവരെ ബൈ.